ലോകം മുഴുവനും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിലാണ്. മഞ്ഞു പെയ്യുന്ന ജെറുസലേം വീഥികളും ഒലിവ് പൂക്കുന്ന താഴ്വരകളും നിലാവ് പെയ്യുന്ന രാത്രിയും നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്ന ആകാശവിധാനങ്ങളും ദൈവപുത്രൻ്റെ തിരുപ്പുറയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കും ഒരുങ്ങാം അത്യുന്നതനെ വരവേൽക്കാൻ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈ ക്രിസ്തുമസ് യാത്ര ഇവരുടേതാണ്. പാലക്കാട് മരിയൻ പ്രൊവിൻസിലെ ഒരു കൂട്ടം മിന്നാമിനുങ്ങുകളുടെ. ക്രിസ്തുമസ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് അനുസ്മരിക്കുന്നത്. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകന്റെ ജനനം. കിടത്തുവാൻ സ്ഥലം ലഭിക്കാഞ്ഞതിനാൽ മാതാപിതാക്കൾ ഒരു പശുത്തൊഴുത്തിലാണ് യേശു കുഞ്ഞിനെ കിടത്തിയത്. ലോകരക്ഷിതാവായിട്ടാണ് യേശു ജനിച്ചതെന്നുള്ളത് ലോകം മുഴുവനും സന്തോഷം പകരുന്ന കാര്യമാണ്. ക്രിസ്തുമസ് അത് ഒരു ആഘോഷം മാത്രമല്ല, ഒരു അനുഭൂതി കൂടിയാണ്. പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭൂതി. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വെറുതെയാകും കേട്ടോ. ഇന്നുവരെയും വ്യത്യസ്ത ശുശ്രൂഷകൾ സന്തോഷത്തോടെ ദൈവസ്നേഹത്താൽ പ്രചോദിതരായി ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. ദൈവത്തിരുമുമ്പിൽ നന്ദിയോടെ നമുക്ക് കൈകൾ കൂപ്പാം. വിശുദ്ധ മറിയം ത്രേസ്യ ക്രിസ്തുമസിനെ എങ്ങനെ ഒരുങ്ങണമെന്ന് പഠിപ്പിച്ചത് എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുസരണം, എളിമ, പരസ്നേഹ പ്രവർത്തികൾ, ഭക്ഷണത്തിൽ മിതത്വം എന്നിവ പാലിക്കണം. സ്വാർത്ഥതയും അഹവും സ്വന്തം ഇഷ്ടങ്ങളും മാറ്റി ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകണം. ബാഹ്യമായ ആഘോഷങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ ആന്തരിക ഒരുക്കത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വിശുദ്ധ മറിയം ത്രേസ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശോയെ, അങ്ങയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ഉണ്ണി ഈശോയെ, വിശുദ്ധ ജീവിതം നയിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണീശോയെ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. കാവൽ മാലാഖമാരേ, കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ, കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു.
കാവൽ മാലാഖമാരേ. കാവൽ